കോടാനുകോടി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ വ്യക്തമായൊരു കുടുംബജീവിതം നയിക്കുന്നത് നാം മനുഷ്യരാണ്. അതിൽ തന്നെ കൃത്യമായ നിയമങ്ങളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. പക്ഷേ വ്യക്തതയുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില അവസരങ്ങളിലെങ്കിലും നാമല്ലാതാകും. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം തിരിച്ചറിയും. കൂടെയുള്ളവരുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലെന്നോ തിരിച്ചറിഞ്ഞില്ലെന്നോ ഒക്കെ നടിക്കും. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും പൊടിഞ്ഞു വീഴുന്നത് പവിത്രമെന്ന് കരുതുന്ന കുടുംബ ബന്ധങ്ങളായിരിക്കും. ജീവിതം പലപ്പോഴും കഥയേക്കാൾ വിചിത്രമാണ്. ഏവർക്കും സ്വാഗതം ജീവിതം സാക്ഷിയിലേക്ക്. കൊല്ലം നെടുങ്കാലത്ത് നിന്നുള്ള റെജിയുടെ ജീവിതമാണ് നമുക്ക് മുൻപിൽ ഇന്നലെ അനാവൃതമായത്. അത്രയൊന്നും സന്തുഷ്ടി നിറഞ്ഞ കുടുംബജീവിതം ആയിരുന്നില്ലെങ്കിൽ പോലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് 2 മക്കളെ വളർത്തി 18 വർഷം ഭർത്താവിനോടൊപ്പം ജീവിക്കുവാൻ ധൈര്യവും തൻ്റെ ഇടവും കാണിച്ച സ്ത്രീയായിരുന്നു റെജി. എങ്കിൽ പോലും ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം റെജിയുടെ ധൈര്യവും ജീവിതത്തോടുള്ള സ്നേഹവുമൊക്കെ ഒരു വശത്തുകൂടി നഷ്ടപ്പെടുകയായിരുന്നു. നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ വില്ലത്തിയായിട്ടാണ് സുനിതയുടെ രംഗപ്രവേശം. സുനിത ഇപ്പൊ ഗർഭിണിയാണ്. ആരുടെ കുഞ്ഞാണ് വയറ്റിലുള്ളത്? എന്താ? മൂത്ത കൊച്ചിന്റെ അച്ഛൻ തന്നെ. മൂത്ത കൊച്ചിന്റെ അച്ഛൻ. ഇപ്പൊ ഈ 2 കുഞ്ഞുങ്ങൾ ഇയാൾക്ക് ഉണ്ടായതാ. മൂത്ത കൊച്ചും ഇങ്ങേർക്ക്, ഇപ്പൊ 2ാമത്തെ കൊച്ചും. അപ്പോഴെത്ര കൊല്ലമായി ഈ ബന്ധം തുടങ്ങിയിട്ട്? അതാ മനസ്സിലാവാത്തത്. ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഇതുവരെ നിയമപരമായിട്ട് ഇത് വേർപെടുത്തിയില്ല എന്ന് പറയുന്നു. ആ ഭർത്താവ് ഇപ്പൊ എവിടെ? അയ്യോ, എന്റെ ആദ്യ ഭർത്താവ് വേറെ പോയി. എപ്പോ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. 7 വർഷം ഞാൻ ജീവിച്ചിട്ട് മക്കളില്ലായിരുന്നു. 7 വർഷമായിട്ട് അയാളുടെ താമസിച്ചു, മക്കളില്ലായിരുന്നു. അയാളുടെ കുഴപ്പമായിരുന്നു. അതൊന്നും ഇപ്പൊ ഒന്നും മെഡിക്കൽ സയൻസിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സക്ക് പോയോ? എന്നിട്ടോ? അപ്പോഴത്തേക്ക് പറഞ്ഞ് കുട്ടികളുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. അതിൽ ചൊല്ലിയൊക്കെ ഓരോ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൈവോഴ്സിന് നോക്കാമായിരുന്നല്ലോ. ഡൈവോഴ്സിന് നോക്കിയില്ലായിരുന്നു. എന്താണ്? അയാൾ അത്രയും സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു അല്ലേ? ആയിരുന്നു. അല്ലേ? അയാൾ നല്ലോണം നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നില്ലേ? ആയിരുന്നു. പിന്നെ ഈ ചതിവ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? അയാളെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അത്ര ഒരു കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരങ്ങളുണ്ട്, പണ്ടത്തെ പോലെയല്ല. അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ അവിഹിതത്തിലോട്ട് കടക്കുന്ന ഒരു മനുഷ്യനെ അത്രയും ക്രൂരമായിട്ട് നിങ്ങൾ ചതിക്കാൻ പാടുണ്ടോ? നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ അവർക്കൊരു ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ജോലി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചത്? എങ്ങനെയാ? മൂത്ത കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? 2 വയസ്സ്. 2 വയസ്സ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പൊ 2ാമത് നിങ്ങൾ ആ ഒരു സ്ത്രീ, അതവര് മക്കളുണ്ട്, ഇത്രയും മക്കളും കാര്യങ്ങളും ഒരു സ്ത്രീ, ആ സ്ത്രീയെ ചതിക്കുമ്പോ നിങ്ങൾക്കൊരു വേദന തോന്നില്ലേ? ഉണ്ടാവത്തില്ലേ സുനിതേ? അവരും നിയമപരമായി പിന്നെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ലോകത്ത് കല്യാണം കഴിക്കാത്ത എത്ര ആണുങ്ങൾ കിടക്കുന്ന ഈ നാട്ടില്? നിങ്ങൾ ഭർത്താവായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു, ഇല്ല കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല, എനിക്ക് കുഞ്ഞുങ്ങളാ വേണ്ടത്, നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, അത് നമ്മളൊന്ന് പിരിയാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരുത്തനെ, അല്ലെങ്കിൽ നേരത്തെ ഡൈവോഴ്സ് ചെയ്തതോ ഭാര്യ മരിച്ചതോ എന്തെല്ലാം വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് താമസിച്ചുകൂടെ? ഇതെന്തിനാണ് ഈ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കിയിട്ടുള്ള കാര്യം? നിങ്ങളുടെ കുടുംബവും ഇല്ലാതാക്കി. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾ പറയുന്നു. ആ മനുഷ്യന്റെ പ്രാക്കില്ലേ നിങ്ങൾക്ക്? എന്തിനാണ് നടത്തിയത്? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇയാളെ കൊണ്ടു നടക്കുന്നത്? ആണോ? നിങ്ങളുടെ ഭർത്താവിന്റെ നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയോ? നിങ്ങള് വേർപെടുത്തി. എപ്പോ? ഈ സ്ത്രീ വന്ന് വഴക്കുണ്ടാക്കിയതിന് ശേഷം അല്ല, പിന്നെ എന്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടായതിന് ശേഷം. അത് തന്നെ പറഞ്ഞേ, ഭർത്താവിന്റെ വീട്ടിന്റെ അവിടെ വന്ന എവിടെയോ ആയിക്കോട്ടെ. അങ്ങനെ അപ്പൊ നിങ്ങൾ അതിന് മുമ്പേ നിങ്ങളുടെ ബന്ധം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വൃത്തികെട്ട ബന്ധം അറിഞ്ഞിട്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് അവർ പലതവണ ആലോചിച്ച് അത് ഉറപ്പിച്ച് വിശ്വസിച്ചതിന് ശേഷം ആ സ്ത്രീ വന്ന് വഴക്കുണ്ടാക്കി.
അയാളും അത് അന്വേഷിച്ച് ചെയ്യണം, അല്ലാതെ പെട്ടെന്ന് പറഞ്ഞങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളൊരു നല്ല സ്ത്രീയാണ്, എൻ്റെ ഭാര്യയാണ്, എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണെന്ന് വെച്ചിട്ടാണല്ലോ അയാൾ പോയി ജോലി ചെയ്യുന്നത് ആണല്ലോ. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ലേ. അല്ല അയാൾ പോയി കഴിഞ്ഞ ഉടനെ ഇങ്ങനെയുള്ള അലവലാദികളെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നതാണെന്ന് പറഞ്ഞാൽ ഇട്ടേച്ച് പോവൂ. അപ്പം നിങ്ങളൊരു നല്ല ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ? ഈ ബന്ധം എങ്ങനെ വേർപെടുത്തിയത്? കോടതിയിൽ പോയോ? നമ്മൾ അങ്ങനെ നിയമമായിട്ടൊന്നും കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം അല്ല, ചെറിയൊരു ഇതേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. എങ്ങനെ ചെറിയൊരു എന്ന് വെച്ചാൽ താലി കെട്ട് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി, അല്ലാതെ രജിസ്റ്റർ താലികെട്ടി സാരിയൊക്കെ തന്ന അതാ കല്യാണത്തിന്റെ ചടങ്ങ്. പിന്നെ അതുപോലെ അവര് താലി വാങ്ങിച്ചോണ്ട് പോയ ഇതേ ഉള്ളായിരുന്നു. താലി കെട്ടിയല്ലോ, താലി കെട്ടിയല്ലോ. താലി കെട്ടി ഒരു താലി വാങ്ങിച്ചോണ്ട് പോയി. താലി കൊട്ടി താലി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ബന്ധം ഒഴിഞ്ഞതായോ? പിന്നെ അവർക്ക് എന്നെ സ്വീകരിക്കാൻ വയ്യെന്ന് നിങ്ങൾ അവര് മര്യാദക്കാരായത് കൊണ്ട് അവര് വേണ്ട ഈ നാറ്റക്കേസ് വെളിയിൽ അറിയണ്ട വേണ്ടെന്ന് വെച്ചാൽ അവര് മര്യാദക്കാരാണ്, അതുകൊണ്ട് പോയി. താലി എടുത്തോണ്ട് പോയി എന്ന് വെച്ചിട്ട് ബന്ധം തീരുന്നില്ല. നിയമപ്രകാരം നിങ്ങൾ ഇന്നും ആ ഭർത്താവിന്റെ ഭാര്യയാണ്. അപ്പൊ മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക, സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും വഴിയാധാരമാക്കുക, എന്തൊരു ഹീനമായിട്ടുള്ള പ്രവൃത്തി ഇത് രണ്ടുപേരും ചെയ്തേക്കുന്നത്. ക്രിമിനൽ കുറ്റമാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുറ്റബോധമില്ലേ? നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്. കുറ്റബോധം ഉണ്ടല്ലോ. നല്ലൊരു മനുഷ്യനെ ചതിച്ചു പോയല്ലോ നമ്മളെന്തൊരു കുറ്റബോധമില്ലേ? കുറ്റബോധമുണ്ട്. ഒരു പരിഹാരം അതിനില്ലല്ലോ സുഹൃത്തെ. വേറൊരുത്തൻ്റെ കൊച്ചിനെ ചുമന്നുകൊണ്ടിരിക്കുന്നു, അവൻ്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞു, എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ അവിടെ ഇരുന്ന് മനസ്സ് എന്തുമാത്രം നൊന്ത് കാണും അല്ലേ? നിങ്ങൾക്കായിരുന്നു പ്രസവിക്കാനുള്ള കുഴപ്പമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കായിരുന്ന കുഴപ്പം പ്രസവിക്കാൻ ഈ സ്ത്രീക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിൻ്റെ പേരിൽ അയാളൊരു സ്ത്രീയെ വേറെ പോയി കാണുക, ഇവർക്ക് പ്രസവിക്കാൻ യോഗ്യതയില്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം ഒന്നും പറഞ്ഞ് അയാൾ പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സുനിതെ? എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഭാര്യയെ വേറെടുത്ത് എടുത്തോ എന്ന് പറഞ്ഞവനവൻ. അത്രയ്ക്കുള്ള യോഗ്യത ഇയാൾക്കുള്ളൂ. സുനിത കേട്ടില്ലല്ലോ. ഇതുപോലെ ഇയാളില്ലാത്ത സമയത്ത് ഭാര്യ വേറെ ഇടത്തിനുമായിട്ട് പോയാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഈ മഹാൻ പറഞ്ഞത് അവളെ അവൻ എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കുള്ള മൂല്യമേ ഉള്ളൂ. ഭാര്യ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പം നിങ്ങൾ എമ്മാത്രം നിങ്ങൾ വല്ലവന്റെ ഭാര്യ, നീ ഭർത്താവുള്ളപ്പോൾ എൻ്റെ കൂടെ വന്നവനില്ലേടി. ഈ വർഗമൊക്കെ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കിക്കോ. ഇതൊരു സുനിത വേറൊരു അനിതയെ കാണുമ്പം അങ്ങോട്ടൊക്കെ പോവും, പോയിട്ട് അനാവശ്യങ്ങൾ പറയും നിങ്ങളോട്. നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് പിന്നെ ഇയാളുടെതല്ല എന്ന് ആ സ്ത്രീയോട് പറഞ്ഞിട്ടില്ലേ? ഇയാള് പറഞ്ഞിട്ടില്ലേ നിങ്ങള്? പിന്നെ നിങ്ങൾക്ക് ഉണ്ടായതാണെന്ന് പറഞ്ഞു അവരോട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മോൻ എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നാളെ ഇങ്ങനെ ഒങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛന് ചോദിക്കാനുള്ള അവകാശം വോയിസ് ഇല്ല അമ്മ. ഞാൻ ചോദിച്ചാല എനിക്ക് മറുപടി ഇല്ല അമ്മ എന്ന് പറഞ്ഞു. എന്റെ അമ്മ ഞങ്ങളെ നെഞ്ചോട് അടുക്കി പിടിച്ച് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടന്നുറങ്ങി. ഈ മനുഷ്യൻ ഇവിടുമായിട്ട് ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തന്നിട്ടില്ല. തന്ന് ആവശ്യം പോലെ അടി ഈ ഇടയ്ക്കും തന്നു. കവളി മടൽ വെട്ടി എന്റെ ശരീരം മൊത്തം അടിച്ച് എന്നെ ഇങ്ങനെ പൊത്തെ പിടിച്ച് കൊല്ലാൻ ഇവരെ അമ്മയും ഇവരും കൂടെ ചേർന്ന് തന്നെ അടിച്ച് ഞാൻ ആശുപത്രി നെടുങ്കോൽ ആശുപത്രി അതുകൊണ്ട് വയലില് കേസ് വയലില് ഇവളോടെ എന്നെ ചേർന്ന് അന്ന് തുടങ്ങി. എനിക്ക് ദേഹോദ്രവം അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് നീതി ഇവിടെ നിന്ന് കിട്ടണം, എനിക്ക് പൈസ ചെലവാക്കാനില്ല. ഇത്ര പറഞ്ഞ ഈ മനുഷ്യനെ എനിക്ക് ഇനി വേണ്ട. ഇന്നലെ വീട്ടിൽ വന്ന് ഇവളെ വീട്ടിൽ ഉറങ്ങിയിട്ട് ഇയാൾ വന്നിട്ട് പറഞ്ഞു ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും വാരിക്കെട്ടി ഇറങ്ങിക്കോളെ. ഞാൻ പറഞ്ഞു ഇല്ല, കോടതി എന്തു പറയുന്നു അത് ഞാൻ അംഗീകരിക്കും. ഈ മനുഷ്യനെ വേണ്ട, അവൻ കൊള്ളൂല എന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവാണ് എന്നേനും പറഞ്ഞ് ജീവിച്ച ആളാണ് എന്നും പറഞ്ഞാ ഞാൻ പിന്നെ വാരിക്കെട്ടി ഇയാളെ വിളിപ്പുറത്ത് ഇയാളെ വീട്ടിൽ ഞാൻ പിന്നെ പോയത്. ഞാൻ ഒറ്റപ്പെട്ടുപോയി. എനിക്കിന്നെ വേണ്ട ഇയാളാ. എന്റെ വീട്ടുകാർ തന്ന സാധനങ്ങൾ തന്ന് മാഡത്തിന് പുണ്യം കിട്ടും എന്നെ ഒഴിവാക്കിയ ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ടുപോയി ജീവിച്ചോളാം. എന്റെ ശാപം എന്ന് ഇയാളെ നിറക്കുണ്ടാക്കും ഈ സ്ത്രീക്കും കിട്ടും. എന്റെ മക്കളെ അറിയാം, എന്റെ മോളത്. എന്റെ മോളെ എത്ര ദിവസം പട്ടിണി കിടന്നെന്ന് അറിയാം മാഡം.
അവിടെ കക്കൂസിന്റെ പൂഴി കുഴിച്ച് 10,000-3,000 രൂപയും കൊണ്ട് ഇവിടെ കൊണ്ട് കറങ്ങാൻ പോയി ഇദ്ദേഹം. ഞങ്ങളെ കഞ്ഞി വെച്ചില്ല. അതിന്റെ അപ്പത്തെ വീട്ടിലെ ചീരയും കൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ പോകാനും നടന്ന് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങൾ ജീവിച്ച്. ഞാൻ വേല ചെയ്ത് കിടന്നോടല്ല, വിശപ്പ് എന്തെന്ന് അറിഞ്ഞോടല്ല. എന്റെ തലയിലെടുത്ത് പഴുത്തു പോയെന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാർ കളയാൻ പറഞ്ഞിട്ട് ഞാൻ കളഞ്ഞില്ല. എന്റെ ഭർത്താവ് എനിക്ക് ദൈവം വിധിച്ചതല്ലേ എന്നും പറഞ്ഞ് ഞാൻ അനുഭവിച്ചു. വാരിക്കെട്ടികളെ വിളിക്കുന്നിടത്തല്ലേ ഞാൻ പോയി. എനിക്ക് ഇന്ന് ആരുമില്ല, ഞാൻ ഒറ്റയായി പോയി. സമാധാനപ്പെട്. അതെല്ലാം പോട്ടെ, എനിക്ക് പ്രാന്തെന്നാ പറയുന്ന. പോട്ടെ സമാധാനപ്പെട്. എന്റെ അമ്മയ്ക്ക് എനിക്ക് സമാധാനപ്പെട്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സമാധാനപ്പെട്. തന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കുവാനോ അതുമല്ലെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോടുകൂടി അത് നേരെയാക്കുവാനോ ഒന്നും റെജി എന്ന സ്ത്രീയും അധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവിതം സാക്ഷിയുടെ ഈ വേദിയിൽ വെച്ച് റെജിയുടെ ഭർത്താവായ പ്രമോദ് കുമാർ അധികം സംസാരിച്ചില്ല. ഇദ്ദേഹം ഇങ്ങോട്ട് വരും, ജോലി ചെയ്യുന്ന പൈസ വീട്ടിൽ കൊണ്ടുവയ്ക്കും, കുളിക്കും, ഒരുങ്ങും, പണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്തങ്ങ് പോവും. രാവിലെ വരും, കുറെ മലക്കറി വിത്തുകൾ ഞാനും ഇവരും കൂടെ ചേർന്നാണ് നട്ടത്. അതിനെല്ലാം വെള്ളം കോഴി ഒഴിക്കും. ഒരു ടാങ്ക് പിടിച്ചാൽ 3 ദിവസത്തേക്കില്ല. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി. നിങ്ങൾ ജോലി ചെയ്യുന്നവര് വെള്ളത്തിന് പൈസ കൊടുക്കുന്നില്ല, ഞാൻ തെണ്ടി അരിച്ചു പറക്കിക്കൊണ്ടുവരുന്നത് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഞാൻ എവിടെന്നെങ്കിലും അരിച്ചു പറക്കിക്കൊണ്ട് വയ്ക്കുന്ന പൈസ മോട്ടിച്ചോണ്ട് പോകുമെന്ന് പല രീതിയിൽ അവർ ആൾക്കാരെ പൈസ അടിച്ച് ഇവക്ക കൊടുക്കുന്ന. അവരമ്മ പറയുന്നത് ഞാൻ തിന്നു തീർക്കുന്നെന്ന്. ഞങ്ങൾക്ക് 1 രൂപ പോലും ഈ മനുഷ്യൻ തന്നിട്ടുണ്ട്. ഇവളുമായിട്ട് ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ട് ഞങ്ങളെ. ഇപ്പം 2 വർഷം എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിട്ട് 6 മാസം ഞങ്ങൾ നോക്കി. ബാക്കി 1.5 വർഷം ഞങ്ങളുടെ നനഞ്ഞു. ഇന്നും ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ല. ഇവരമ്മ നോക്കാൻ ഇവരടുത്ത് തോറ്റു കൊടുക്കാൻ എനിക്ക് വയ്യ. എൻ്റെ അച്ഛനെ അടിക്കാന്ന് പറഞ്ഞാണ്. എപ്പോഴും അച്ഛനെ അടിക്കണം. അച്ഛൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞിടാ റേഷൻ കാർഡിന്റെ ഫോട്ടോ എടുപ്പ് കിടക്കുന്ന അവരുടെ അടുത്ത് ആ പ്രാന്തി എവിടെയെങ്കിലും കാണും. അച്ഛൻ എന്തോ പറഞ്ഞു. അപ്പോഴും അച്ഛനെ അടിക്കണമെന്ന് പറഞ്ഞു. രാത്രി വീട്ടിൽ വന്നപ്പോ എന്നെ കുറ്റിവിളക്ക് അടിച്ചെന്ന് എന്നെ വിളിക്കാൻ. എൻ്റെ ഫോൺ എൻ്റെ ഭർത്താവല്ലേ ഇയാള്. എന്താ നിലനിൽക്കും കാലം വരെ എൻ്റെ അച്ഛൻ അയാളെ വിളിച്ച് സംസാരിക്കാൻ അധികാരമില്ലേ? നിന്റെ ആൾക്കാർ എൻ്റെ ഫോണിൽ വിളിച്ചാ നിനക്ക് ഇതല്ല, നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. ഞാൻ പറഞ്ഞു ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങളെ ഒഴിവാക്ക്. ഭാര്യയുടെ ആരോപണങ്ങളെ നിസ്സംഗതയോടുകൂടി നേരിടുക, അതല്ലെങ്കിൽ വളരെ ബാലിശമായ ചില പ്രത്യാരോപണങ്ങൾ നടത്തുക. റജിയുടെ ഭർത്താവായ പ്രമോദ് കുമാർ ജീവിതം സാക്ഷിയുടെ വേദിയിൽ ചെയ്തത് ഇതൊക്കെയായിരുന്നു. കുറച്ചു മുമ്പേ അവരെ ആരെങ്കിലും എടുത്തോണ്ട് പോട്ടെ. പിന്നെ ഇപ്പോഴത്തെ തീരുമാനം പിന്നെ ഇപ്പൊ അവര് വേറെ അങ്ങോട്ട് പോയി ഒഴിവാക്കാൻ പറ്റൂല പറഞ്ഞിരിക്കുന്നത്. കോടതി പോയാലും ഒഴിഞ്ഞു തരത്തില്ല. തന്റെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ. എല്ലാ സംശയം ആര് എന്ത് മൊത്തം സംശയം. നിങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചാണോ? മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. നിയമപരമായി വിവാഹം കഴിച്ചാണോ? അത് ഒഴിഞ്ഞോ? ഇത് ഒഴിഞ്ഞിട്ടുണ്ടോ? ഈ വിവാഹ ബന്ധം കോടതി മുഖാന്തരം നിങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിയമപ്രകാരം നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? അതിനെന്ത് പേരാ വിളിക്കണ്ടേ? അതിന് പേര് പറഞ്ഞു തന്നെ എനിക്ക്. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്? ഭാര്യയാണോ ഭർത്താവാണോ? കഴിയ പോകുന്നവരെല്ലാം ഭർത്താവൂ? അവരെ കല്യാണം കഴിച്ചോ നിങ്ങള്? ഇല്ലല്ലോ. അവരും അവരുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം വിടർത്തിയിട്ടില്ലല്ലോ. അവർക്ക് നിയമാനുസരണമുള്ള ഒരു ഭർത്താവുണ്ട്. ആ കല്യാണം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു അന്യന്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തി കഴിയാണ് നിങ്ങൾ. സുനിതയ്ക്ക് ബോധ്യം വരുന്നില്ലേ? ഇയാൾ എന്താണെന്ന് ബോധ്യം വന്നോ? ഭർത്താവാണോ? എങ്ങനെ ഭർത്താവ് എന്നുള്ള വാക്ക് നിങ്ങൾ ഭർത്താവോ? വിവാഹം കഴിക്കാതെ എങ്ങനെയാണ് ഭർത്താവ്? മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. അത് നല്ല ബോധ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് തോന്നി ഇത് ചെയ്യാൻ? വിവാഹം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാള് മനപ്രാക്ക് താലി മാത്രം വാങ്ങിച്ചോണ്ട് അയാൾ പോയി. അയാൾ അത്രയും നല്ലവനായതുകൊണ്ട് അയാൾ പോയി. അല്ലാത്തൊരു ഇത്തിരി ഒരു കാര്യഗൗരവമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റോഡിലെടുത്തിട്ട് ചവിട്ടിക്കൂട്ടി ആരെങ്കിലും ചോദിക്കാനൊക്കെ അയാൾ എന്തെങ്കിലും ചെയ്താൽ, ഈ തരം തലവഴി കാണിച്ചാല്
ഒരു കുറ്റബോധവും ഇല്ലേ സുനിത? ഇങ്ങനെയുള്ള ഒരുത്തൻ സ്വന്തം കുടുംബം സ്വന്തം കാര്യങ്ങൾ ഒന്നും നോക്കാതെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ വന്ന് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളെ എന്ത് രീതിയിലാണ് ന്യായീകരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഇനി അടുത്തുള്ള നടപടി എന്തായിരിക്കും സുനിത? അതൊന്ന് പറയൂ. ഇയാൾ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും? അറിയില്ല. അറിയത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തും. കഷ്ടപ്പെട്ട് നിങ്ങൾ വളർത്തു. സുനിത ഇയാളുടെ കൂടെ പോകാനായിട്ടുള്ള കാരണം സുനിതയ്ക്ക് കുട്ടികളുണ്ടായില്ല എന്നുള്ളത് മാത്രമാണോ? അതാണ് സാർ. അതോ ഇയാളോട്ട് മറ്റെന്തെങ്കിലും താല്പര്യം തോന്നുകയോ സ്നേഹം തോന്നുകയോ ചെയ്തിട്ടാണോ? ഒരു കുട്ടിയില്ലായിരുന്നു. കുട്ടികളുണ്ടായി മരം പറഞ്ഞ പോലെ കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? വേറെ അതൊക്കെ നോക്കിയപ്പോ എന്റെ ഭർത്താവ് അതിന് സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം നിയമപ്രകാരം ഒഴിയാമല്ലോ. നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാമല്ലോ. അല്ല, അപ്പൊ ഈ മനുഷ്യൻ ജീവിതത്തിൽ കടന്നു വന്ന് എന്തോ എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രത്യേകതകൾ ആ മനുഷ്യനോട് തോന്നിയത് കൊണ്ടാണോ, അല്ല ആ മനുഷ്യന്റെ ദുർബന്ധം കൊണ്ടാണോ, അതോ നിങ്ങൾ സ്വമേധയാ ആ മനുഷ്യനായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്? എങ്ങനെ പരിചയമായി? നിങ്ങളൊരു ഒരേ നാട്ടുകാർ പരിചയപ്പെട്ടു, കുഴപ്പമില്ല. എങ്ങനെ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നു? ജോലി സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെട്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ആയി. ഈ ഒരു തരത്തിലുള്ള ബന്ധത്തിലേക്ക് എങ്ങനെ വന്നു? നിങ്ങളുടെ ഭർത്താവിന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ലെന്നും എനിക്ക് കൊച്ചുങ്ങളെ വേണമെന്നും ഒക്കെയുള്ള സംസാരത്തിൽ വരണമെങ്കിൽ ഒരു അന്യപുരുഷന് ഒരു ലിമിറ്റിൽ കഴിഞ്ഞുള്ള ബന്ധം ഉണ്ടെങ്കിലേ നമുക്ക് പറയാനൊക്കൂ. അല്ലാതെ വെറുതെ കണ്ട് പരിചയപ്പെട്ട് ചേട്ടാ നമസ്കാരം എന്ന് പറയുന്നതിനോട് എൻ്റെ ഭർത്താവിന് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല കേട്ടോ എന്ന് പറയാനൊക്കൂ? ഒക്കത്തില്ല. അപ്പൊ നിങ്ങൾ അയാളെ ആ രൂപത്തിൽ തന്നെ കണ്ട് നിങ്ങൾ പെരുമാറിയിരിക്കുന്നു. സുനിത എന്ന സ്ത്രീ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വസ്ഥമായൊരു കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് പ്രമോദ് കുമാറിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു ചേർത്ത സ്ത്രീ. പക്ഷേ ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ പ്രമോദ് തൻ്റെ ഭാര്യയായ രജിയെ ഉപേക്ഷിച്ചതുപോലെ തന്നെയും ഉപേക്ഷിക്കുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ നിസ്സഹായതയാണ് അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്നത്. തൻ്റെ ജീവിതത്തിന് ഇതുവരെയും അനിശ്ചിതത്വം വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നവർക്ക് തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. പക്ഷേ അവർക്ക് മുൻപിലും 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് മുൻപിലും ആഗ്രഹിക്കുന്ന ഒരു വിവാഹ ജീവിതമുണ്ട്. ജീവിതത്തിൽ ശരിയേത് തെറ്റേത് എന്നുള്ള തിരിച്ചറിവുകൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് വൈകിയായിരിക്കും. എനിക്ക് 800 രൂപ ശമ്പളമുണ്ട്. 800 രൂപ ഒരു ദിവസം. ഈ ആൾക്ക് ജീവിക്കണം. 200 രൂപ 300 രൂപ എനിക്ക് മതി. 300 രൂപ മതി. 300 രൂപ മതി. അപ്പൊ അതില് 2 കുട്ടികള്, ഇത് 2 പേര്, ഭാര്യ, കുട്ടി, 4 പേര്. 500 രൂപ കൊടുക്കും. 500 രൂപ 250 വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇയാൾക്ക് തന്നെ 300 വേണം. 300 വേണം. എല്ലാവർക്കും അതുപോലെ വീതിക്ക്. വണ്ടി കൂലിയൊക്കെ ദൂര സ്ഥലത്തേക്കാർ. പക്ഷെ അവര് നിങ്ങളെ വേണ്ടെന്നാ പറയുന്നത്. നിങ്ങളെ വേണ്ട. വീടിന്റെ എന്തുവാ കാര്യം പറഞ്ഞ? ഇപ്പൊ ഒരു വീടിന്റെ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ ഇയാടെ വീട്ടിൽ നിന്ന് അവരുടെ വസ്തുവില്ല, എന്റെ ശ്രീധരത്തിന്റെ ബാക്കി കൊണ്ടാ വീട് വെച്ചു. ബാക്കിയുണ്ടാ വീട് വെച്ച് ആ വീട് അവർക്ക് വേണം. അതാ മേഡം അവരുടെ ആവശ്യം. നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണോ അത്? അല്ലല്ല, പിന്നെയോ? ഇവരെ അച്ഛൻ എന്റെ കുടുംബ സ്വത്താണ്. അവരെ അച്ഛന്റെ വലിയച്ഛൻ മരിച്ചതിന് ശേഷമേ ഇവരെ അച്ഛന് അവകാശമുള്ളൂ. അത് ഞാൻ അറിഞ്ഞില്ല. ഇവരച്ഛന്റെ വകയാകുമ്പോ ഇവർക്ക് അവകാശം വരുമെന്നും പറഞ്ഞ ആ വീട് അവിടെ കൊണ്ട് വെച്ചത്. വീട് വെച്ചത് ആരുടെ കാശ്? എന്റെ ശ്രീധന പൈസ. ആ വസ്തു നിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ. വസ്തു വിറ്റേന്റെ ബാലൻസ്. അപ്പൊ അവിടെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അമ്മ എന്തോ അന്ന് താമസിച്ചില്ല. അത് എന്റെ മക്കളെ ഭാഗ്യമായിരിക്കും. ഈ സ്ത്രീ തയ്യാറുമായിരുന്നു. ഇയാളുടെ അമ്മയ്ക്ക് ആ ബന്ധം സമ്മതമാണോ? ഇപ്പൊ ഏതാണ്ടൊക്കെ സമ്മതോ. ഇപ്പോഴെന്നല്ല, ആ അമ്മ 2 വശവും നിൽക്കും. പ്രായമുള്ളവരെന്തോ മക്കളെ ഒന്നും പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കൂല. ഈ മനുഷ്യൻ ആ അമ്മേനെ അടിക്കാനും തയ്യാറാ. അതുകൊണ്ടാണ് അവർക്ക് എന്തോ ചെയ്യാനൊക്കെ പ്രായമുള്ളൊരു സ്ത്രീക്ക്. ഇദ്ദേഹത്തെ ആരെയും പേടിക്കണ്ട, എനിക്ക് ഇരട്ട കരളാടി. അല്ല, ജയിലിൽ പോയി കിടന്ന് പണ്ടൊക്കെ ഗോതമ്പുണ്ട്, നല്ല ചപ്പാത്തി ചിക്കൻ കറിയും. അത് പറയുമ്പോ എനിക്ക് ജയിലിൽ പുത്തരിയല്ല എന്ന് പറയും. ജയിലിൽ പുത്തരിയല്ല എന്നാ പറയുന്നത്. ജയിലിൽ പുത്തരിയല്ലേ? നേരത്തെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എപ്പോ? ഞാൻ വെട്ടുകേസി പോയിട്ടുണ്ട്. ഇവിടെ കാരണം വെട്ടുകേസി പോയിട്ടുണ്ട്. ആരെ വെട്ടി? അല്ല, ഇവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ വെട്ടാൻ പോയില്ല. ഒരു ഉത്സവത്തിന്റെ തലേന്ന് അവിടെ കള്ളു കുടിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ കള്ളു കുടിക്കാൻ പോയില്ല, ഞാൻ മാറിയിരിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ അടി കടന്നു. അടി കടന്നപ്പോഴത്തേക്ക് ഈ അവിടെ വെട്ട് കടന്നു. ആ വെട്ടിയ പാർട്ടികൾ നമ്മളെ വഴി കൂടെ പോയത്. അപ്പൊ ആ ഒരു ഇവളുമായിട്ടുള്ള ആ ചീത്ത വിളിയിൽ അവര് എന്നെ 2ാം പ്രതിയാക്കി. ജീവിതം സാക്ഷിയുടെ വേദി വിട്ട് പോകുന്ന സമയമായപ്പോഴേക്കും
അയാൾ തൻ്റെ മനസ്സ് തുറന്നു. തനിക്ക് ജീവിതം പങ്കിടുവാനായി സുനിത എന്ന സ്ത്രീ മതി, റിജി എന്ന സ്ത്രീ തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് അയാൾ തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. ചീത്തവിളി എന്ന് പറഞ്ഞാൽ ഈ റോഡ് തൊട്ട് അറ്റം വരെയുള്ള ചീത്തവിളിയാണ് ഇവള്. ആര്? ഇവൻ അവര് ചീത്തയല്ലേ വിളിച്ചോളൂ. ചീത്ത വിളിച്ചു. രണ്ടാമത് വീട്ടിൽ ചില വന്നിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ അറക്കും അപ്പോഴേ. അത് അറുത്തിട്ടുണ്ട് കൈ. അറുത്തോ? ഞാൻ ചെയ്തിട്ടില്ല മേഡം. പിന്നെ എന്നെ വെട്ടിയിട്ടുണ്ട്. ചെയ്യാത്ത കാര്യങ്ങളാ പറയുന്ന. ഇല്ല, സത്യസന്ധമായിട്ട് വിളിച്ചു. എന്റെ ഭർത്താവിനെ അത് ഞാൻ ഒരടി കൊടുത്തതിന് പിടിക്കണം, ഒരടി ഞാൻ കൊടുത്തു. അറിയാൻ കിടന്നപ്പോ ഞാൻ വിളിച്ചു. എന്റെ അപ്പൊ ആ അടിയില് അടി കൊണ്ട് ഞാൻ ഇങ്ങനെ മാറിയപ്പോഴത്തേക്ക് ഇവള് കത്താളെടുത്ത് വെട്ടി. അപ്പൊ കണ്ണിന് അപകടം സംഭവിച്ചെങ്ങനെയാ? അത് പിന്നെയാണ് എന്നെ വെട്ടിയത് കുറെ നാളെ. ഒരടി ആകപ്പാടെ കൊടുത്തിട്ടുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ദുർനടപ്പോ കാര്യങ്ങളോ വഴക്കം കാര്യങ്ങളും വിടൂ. വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. കത്താളത്തു എന്ന് പറയുന്നു, അത് അല്ല വേറെ കാര്യം. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പലതും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് തനിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. സംഭവിച്ചു പോയി മാഡം, അബദ്ധമായി പോയി, എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ള ഭാവമൊന്നുമില്ല. ജയിലിൽ പോയി, കുഴപ്പമൊന്നുമില്ല, ജയിലിൽ പോകാം, ഇനിയും പ്രശ്നമാണ്. ഇവിടെ അവൻ എടുത്തോട്ടെ, ഭാര്യ എടുത്തോട്ടെ. ഭാര്യ വേറൊരുത്തൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ താനെന്ന് പറഞ്ഞ പുരുഷൻ ഇവിടെ മാഞ്ഞു പോയി, ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് വിടുകയാണ് ഞാൻ. ഈ റജിക്കും ഒരു മോളുണ്ടല്ലോ, മോൻ ഇപ്പൊ 17 വയസ്സ് കഴിഞ്ഞ്. 18 വയസ്സ് വരെ ആൺകുട്ടികൾക്ക് ചെലവിന് കൊടുത്താൽ മതി അച്ഛന്. പെൺകുട്ടികൾക്ക് വിവാഹം വരെ ചെലവിന് കൊടുക്കണം. അതിനുള്ള ചെലവ് നിങ്ങൾ കൊടുത്താലേ പറ്റുള്ളൂ. ഈ അമ്മയ്ക്കും മകൾക്കും മന്ത്ലി പേയ്മെന്റ് മെയിൻ്റനൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ചോദിക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഫാമിലി കോടതിയിൽ മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. പിന്നെ അവരുടെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായി അവർക്ക് കിട്ടാൻ അർഹതയുള്ളതാണ്. അവരോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്? ഇത്രയും ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾ ചെലവിന് കൊടുക്കൂല എന്നാ? അവർക്ക് എന്റെ പൈസ കൊടുക്കൂല. അതെങ്ങനെയാണ്? അങ്ങനെ പഠിക്കാൻ പറ്റൂലല്ലോ. ഇല്ല, ഞാൻ അത് പറഞ്ഞു. ബൈജു എല്ലാ തരങ്ങളും കാണിച്ചു, തരങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇവളത് കണ്ടുപിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു വാശിയാണ്. അതൊന്നല്ല, വാശിയൊന്നല്ല. ഞാൻ കൊടുക്കൂല, വേറെന്തുവാ? ഞാൻ കൊടുക്കൂല. ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ കെട്ടിയത് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഭാര്യക്ക് കൊടുക്കത്തില്ല. കോടതി തീരുമാനിക്കുന്നത് എന്താണാലും മാക്സിമം ശിക്ഷ മാതൃകാപരമായിട്ട് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് കിട്ടിയിരിക്കണം. ഇത് ഒരു വനിത എന്ന ഒരു പെണ്ണിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ പറയാണ്, ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടിയിരിക്കണം. ഇനി ഒരുത്തൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഇതുപോലുള്ള അവിഹിത ബന്ധത്തിന് പോകുമ്പോ അവൻ ഒന്ന് ആലോചിക്കുന്ന രീതിയിൽ കിട്ടണം. ഞാൻ എന്റെ കൊച്ചിന് മാത്രമേ ഞാൻ കൊടുക്കൂ. തള്ളക്ക് കൊടുക്കുമായിരുന്നു, മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. ഈ സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടത്തോടെ. പക്ഷേ ഇപ്പോഴും ഒരു രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഞാൻ ചെലവിന് കൊടുക്കാത്തത്. ഇല്ല മേഡം, അത് 2 മാസം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവക്ക് വല്ല നക്കാപ്പിച്ച ഇട്ട് കൊടുക്കും. ഞാൻ അങ്ങനെ ആരുടെ കൂട്ടുകാരുടെ അടുത്തൊന്നും പറഞ്ഞു. മുട്ടുകാല് തല്ലി ഒടിച്ചിടും. അതുപോലെ നീ നിന്റെ ഭാര്യയെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു തെറ്റായ കാര്യമാണ്. അപ്പൊ അതിന്റെ ദേഷ്യം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരെ പല രീതിയിൽ തീർക്കും. സംസാരിക്കും, ചീത്ത പറയും, കരയും ഒക്കെ ചെയ്യും. എത്ര ദുഷ്ടയായ സ്ത്രീയും അവളെ ഭർത്താവിനെ പങ്കുവയ്ക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ചേട്ടാ, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. മനസ്സിലായില്ലേ? ഒരു എത്ര ദുഷ്ടയായ സ്ത്രീയും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ നീ സുനിത അവളെ ഭർത്താവിനെക്കാട്ടി നല്ല ഒരുത്തനെന്ന് കണ്ടുകൊണ്ട് നിങ്ങളെ കൂടെ വന്നു. നിങ്ങളെക്കാട്ടി നല്ല ഒരുത്തനെ കാണുമ്പോ ഇവള് പോയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പച്ചപ്പ് കാണുന്നിടത്ത് കണ്ടുവന്ന് ആഹ്ലാദിക്കുക എന്നുള്ളതാണ് സുനിത. ഒരു മഹാപാതകം ചെയ്ത സ്ത്രീയാണ് നിങ്ങൾ. 17 വയസ്സുള്ള മോൻ എവിടെ ജീവിക്കുന്നു? നന്നായിട്ട് എന്തെങ്കിലും ചിന്തയുണ്ടോ ബൈജു നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ ചിന്തയില്ല. ചിന്തയില്ല. ഞാൻ പറഞ്ഞുതരാം. ബന്ധത്തിൽ പോയി നിങ്ങളുടെ മോനോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അത് ഞാൻ തീർത്തും ഞാൻ പറഞ്ഞു. എന്റെ മോന്റെ അടുത്തും പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, അതിനാണ് അച്ഛനൊരു ബന്ധമുണ്ട്, ആ ബന്ധത്തിൽ ഒരു കൊച്ചുണ്ട്. ഇത്രയുമാണ്. ആ സെക്കൻഡ് ഇവള് എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞ അവനടിച്ച് വെളി കളടാന്ന്. നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്നു, അവരുടെ പൈസ കൊണ്ട് നിങ്ങൾ വീട് വെച്ചു. അവരുടെ പൈസ ഞാൻ കൊണ്ട് വീട് വെച്ചില്ല. ഞാൻ അവർക്കൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് താമസിക്കാൻ അവിടെ അവകാശമുണ്ട്. അവർക്ക് ഇതേ കണക്ക് ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി ഞാൻ വെച്ച് ബാക്കി കൊണ്ടുവന്ന സ്ഥലത്ത് ഇവള് വന്ന് വെച്ചെന്ന് പറഞ്ഞു. ഒരു 500 കട്ട ഇവള് കൊണ്ടുവന്നു. ഞാൻ അത് വെച്ചു. ഞാൻ തന്നെ പോലെയല്ല, ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് അവർക്ക് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും അവർക്ക്. ചെലവിനുള്ള കാര്യം ഇപ്പൊ 3000 രൂപ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ബൈജു.
അതിവിടെ അല്ല, അത് തീർപ്പാക്കട്ടെ. മാത്രമല്ല ഈ റജിയുടെ കയ്യിൽ നിന്ന് 17 പവൻ സ്വർണ്ണം 25,000 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം കേട്ടോ. അത് തിരിച്ചു കൊടുക്കണം. അതെന്റെ മോളെ കല്യാണ പ്രായമാകുമ്പോഴേ കൊടുക്കാൻ പറ്റും. അന്ന് കൊടുക്കേണ്ട കാര്യമല്ല, കല്യാണത്തിന് വേറെ കല്യാണം ആവുമ്പോ സമയത്തെ കൊടുക്കാം. ഞാനിപ്പോ ഉടനെ കൊടുക്കാനൊന്നും പറ്റില്ല. എനിക്കെന്ന് പറഞ്ഞാൽ വേറെ കൊടുക്കണം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലിയാണ്, ഈ ജോലിയാണ്. ഇതിൽ 3000 രൂപ കൊച്ചുങ്ങൾക്കും അടച്ച് എല്ലാം അടച്ച് വന്നിട്ട് മിച്ചം കുറേശ്ശെ അത് ശരിയായിക്കോളും. അത് ശരിയാക്കാനേ പറ്റും. ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ കൊടുക്കാന്ന് പറയൂ ബൈജു. അങ്ങനെ പറ്റൂല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മോളെ കല്യാണ പാർട്ടി ഉറപ്പ് ഇന്ന് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഈ ഉറപ്പ് ഇവിടെ കാണുമോ? എന്തോ ഈ ഉറപ്പ് ഇവിടെ ഇല്ലേ? ഇത് ഉറപ്പാണ് ബൈജു. തന്നെയല്ലേ? പിന്നെ പിന്നെ ആ കാര്യവും കൊച്ചിന്റെ കല്യാണ കാര്യമൊക്കെ ആവുമ്പോ കല്യാണത്തിന് നിങ്ങൾ കൊടുക്കാനുള്ള ഉറപ്പ് ഇതിനകത്തുണ്ട്. ബൈജു അത് കല്യാണം വേറെ, ഇത് എന്റെ അച്ഛൻ തന്നത് എനിക്ക്. ഈ എവരുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച വസ്തുക്കൾ എന്ത് ചെയ്യേ? ആരാ കാശ് കൊടുത്തോളൂ? ഭാര്യയുടെ വസ്തുക്കളിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്, അവരെ നിന്ന് മേടിച്ചത്, അവളെ സ്വർണം വിറ്റ് മേടിച്ചത്. അവരുടെ അച്ഛൻ 3 ദിവസം കഴിയുമ്പം വന്ന് എൻ്റെ സ്വർണം കുടിച്ചോണ്ട് പോയി. കല്യാണം കഴിഞ്ഞ് 3 ദിവസം വന്നപ്പോൾ വീട്ടിൽ നിന്ന് സ്വർണം മേടിച്ചോണ്ട് പോയി. ആ സ്വർണം മേടിച്ച് അങ്ങനെ നശിപ്പിച്ചില്ല. ഒരു 5 സെന്റ് ഒരു വീട് മേടിച്ചു തന്നു. ആരുടെയൊക്കെ പേരിലാണ് ആ വീടും സ്ഥലവും ഇരിക്കുന്നത്? എൻ്റെ അവളെയും പേർക്ക് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുണ്ടല്ലോ ആ വസ്തുവിനെ അത് ചെയ്ത് കോടതി അത് ബാങ്കില് കടമായി വിറ്റോ? വിറ്റെങ്കിൽ ആ പൈസ കൊടുക്കണം. 50,000 രൂപ കൊടുക്കും. 50,000? 80,000 രൂപയ്ക്ക് അതുപോലെ എന്റെ സ്വന്തം കിട്ടിയാൽ മതി. വിറ്റ പൈസ കൊടുക്കണമെന്നാ മേഡം പറഞ്ഞത്. ആ 80,000 രൂപ ഞാൻ കൊടുക്കാൻ തരാം. 17 പവൻ സ്വർണവും 25,000 ഈ 17 പവന്റെ സ്വർണ്ണമാണ് മേടിച്ചോണ്ട് പോയി അവര് വിറ്റത്. ഈ 17 പവൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷം കൊണ്ട് കൊടുക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ ഗൾഫിലൊന്നും അല്ല. നാട്ടിലായിക്കോട്ടെ 3 കൊല്ലം കൊണ്ട് കൊടുക്കാം, ഇല്ല 5 കൊല്ലം കൊണ്ട് കൊടുക്കാം. 5 കൊല്ലം കൊണ്ട് കൊടുക്കാന്ന് പറ. കൊച്ചിന്റെ കല്യാണ കാലത്തിന്റെ സമയത്ത് അച്ഛനെന്ന് പറഞ്ഞതൊക്കെ വേറെ കൊടുക്കണം. 3 കേസ് കൊടുക്കട്ടെ. ആ പൈസ നിങ്ങളല്ലേ വാങ്ങിച്ചത്, നിങ്ങളുടെ പേരിലും കൂടെ അല്ലേ വസ്തു വാങ്ങിച്ചത്. നിങ്ങളുടെ ആവശ്യം അവളും വിറ്റ അവളെ പേർക്കുമാണ് കൊടുത്തത്. ഞാൻ ഒരു കണക്ക് കൂട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൊച്ചിനെ ഒരു ഇതാവുമ്പോൾ ആ സമയം അടുക്കുമ്പോൾ ഇത് ഇച്ചിരി വെക്കും. ആ പൈസ എടുത്ത് നമ്മൾ അതിന് കൊടുക്കും. ഇപ്പോ ഇത് നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുരുഷന്മാര് ചെല്ലുന്നിടത്ത് ഒരു കാര്യവുമില്ലാതെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ ബന്ധം ഉണ്ടാക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ബൈജുവിൻ്റെ ജീവിതം. ചെന്നിടത്ത് നന്നായിട്ട് ജീവിച്ചിരുന്ന ഭർത്താവുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ ഇല്ലാതാക്കി. ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ അവരും യാതൊരു എളുപ്പവും ഭർത്താവ് ജീവനോടെ ഇരിപ്പുണ്ട്, നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, വേറൊരു അന്യപുരുഷനുമായിട്ട് അയാളുടെ കുഞ്ഞിനെ ചുമന്നു, പ്രസവിച്ചു, ഇപ്പം 2ാമത്തെ കുഞ്ഞിനെ ചുമന്നുകൊണ്ടിരിക്കുന്നു, വളരെ കൂളായിട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ നാട് അങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ രണ്ടുപേരും വളരെ കൂളായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ വിവാഹം ചെയ്ത സ്ത്രീ 2 മക്കളുണ്ട്, ജീവിക്കാൻ നിർവാഹമില്ല, ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഭാര്യ, അവർ നല്ലൊരു സ്ത്രീ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി നിങ്ങളുടെ മണ്ണിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, നിങ്ങളെ ഒരു പുരുഷനെന്നല്ല ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾ ആദ്യം മനുഷ്യനാവണം, പിന്നാണ് പുരുഷനോ സ്ത്രീയോ എന്നുള്ളത്. ഇത് രണ്ടുമല്ല നിങ്ങൾ. പിന്നെ ബഹുമാനപ്പെട്ട ജഡ്ജസ് വളരെ നല്ല കാര്യങ്ങൾ കുറേ പറഞ്ഞു തന്നു, ഒന്നും നിങ്ങൾ തയ്യാറല്ല. അപ്പൊ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. കൃത്യമായൊരു തീർപ്പ് കൽപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുടുംബ പ്രശ്നമായിരുന്നു റജിയും പ്രമോദ് കുമാറും തമ്മിൽ. പക്ഷെ അതിൽ സുനിത എന്ന സ്ത്രീ കൂടി കടന്നു വന്നപ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിക്കൂ എന്ന അവസ്ഥയും കൂടിയായി. ആ സ്ത്രീ അവർ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് അവരുടെ മുമ്പിൽ മൂത്ത കുട്ടിയാണോ പെണ്ണോ സുനിത? പെണ്ണ്. അത് മതി. 2ാമത് ജനിക്കുന്ന ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾ നമ്മളെ പഠിപ്പിച്ചു തരും നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ മഹാപാതകങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം നമുക്ക് ഇവിടം കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. എല്ലാം കുരുക്കായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഓരോ കുരുക്കും അഴിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കുരുക്കുന്ന അവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ തീർക്കാൻ നോക്കുമ്പോൾ ഇയാൾ അതിന് തയ്യാറല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജസ് ആണ് പറയേണ്ടത്. മാഡം, റജിയാണ് ഈ അദാലത്തിനെ ഇവിടെ സമീപിച്ചിരിക്കുന്നത്. റജിയുടെ ഭർത്താവായ ബിജു മറ്റൊരു സ്ത്രീയുമായി സുനിതയുമായി അടുപ്പത്തിലായിരിക്കുന്നു. ആ ബന്ധത്തിൽ അവിഹിതമായി 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. റജിയും ബിജുവും ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ആ അവസരത്തിൽ 2 പേരും നിയമപ്രകാരം കോടതിയെ സമീപിച്ച് ബന്ധമിടർത്താനായിട്ട് ഡൈവോഴ്സ് ഒപ്പിക്കൊടുക്കണം. സുനിതയും ഭർത്താവുമായിട്ടുള്ള ബന്ധം നിയമപരമായ വിവാഹബന്ധം നിലനിൽക്കുകയാണ്. ആ ബന്ധവും കോടതി മുഖേന തീർപ്പാക്കണം.
ആ ബന്ധം തീർപ്പാക്കിയ ശേഷം സുനിതയും ബിജുവും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമപ്രകാരം വിവാഹം കഴിച്ച് ജീവിക്കുക. വിവാഹ സമയത്ത് റജിയുടെ വീട്ടിൽ നിന്ന് 17 പവൻ സ്വർണവും 25,000 രൂപയും ബിജുവിന് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത റജിക്കുണ്ട്. ഭാര്യയ്ക്കും 2 കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാൻ ബാധ്യത ബിജുവിന്. മകള്, ഇളയ കുട്ടി മകളായി, ഇപ്പോൾ 9 വയസ്സുണ്ട്. ആ കുട്ടിക്ക് വിവാഹ സമയത്തല്ല, വിവാഹത്തിനുള്ള ചെലവും നിങ്ങൾ കൊടുക്കാനുണ്ട്. പിന്നെ ഇവരിപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് വീടില്ല. നിങ്ങൾ അവരുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അവിടെ തുടർന്ന് താമസിക്കുന്നതിനും അവർക്ക് തുടർന്ന് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ഇരിക്കുന്നതിനും ചെലവിന് കിട്ടാനും റജിക്ക് കോടതിയെ സമീപിക്കാം. 2 സ്ത്രീകൾ, അവർക്ക് 2 പേർക്കും ഈ 2 കുട്ടികൾ വീതം. ഇവിടെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള സ്ത്രീയെ അല്ല നമ്മൾ കാണുന്നത്, 2 കുട്ടികളുടെ അമ്മ. അത് ആരായാലും സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് അച്ഛനെ കൊണ്ടുവരണമെന്നാണ് ഏവരും ആഗ്രഹിക്കുക. അത്ര എളുപ്പം തീർക്കാവുന്ന ഒരു പ്രശ്നമല്ലെങ്കിൽ കൂടിയും കുറച്ചുകൂടി സ്വസ്ഥമായ ഒരു ജീവിതം ഇവർ 2 പേർക്കും നൽകുവാനാണ് ജീവിതം സാക്ഷിയുടെ വേദിയിൽ നാം ശ്രമിച്ചത്. എന്തായാലും കഥയേക്കാൾ വിചിത്രങ്ങളാണ് ചില ജീവിതങ്ങൾ. നമുക്കറിയാവുന്നവ, നമ്മൾ കാണുന്നവ, ചില സമയം കണ്ടെങ്കിലും നാം തിരിച്ചറിയപ്പെടുവാൻ ശ്രമിക്കാത്തവ. ജീവിതം സാക്ഷി, കഥയേക്കാൾ വിചിത്രം. വീണ്ടും നാളെ ഇതേ സമയം.